കാണുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ക്രോമസോംസിന്റെ ഇൻഹെറിറ്റൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം ഡൈഹൈബ്രിഡ് പ്രോസസ് ആറ് സിമ്പിളായിട്ടുള്ള പ്രോസസ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ട്രോൾസോഫിൽ എന്തിനെ പറ്റി പഠിക്കാനാണ്? സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസിന്റെ ട്രാൻസ്മിഷൻ അതിനെപ്പറ്റി പഠിക്കാനാണ്. ഓക്കെ, ഈ ഒരു അദ്ദേഹം നോക്കിയിട്ടുള്ള ഡൈഹൈബ്രിഡ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള മെറ്റീരിയൽ പ്രോസസ്സിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ അദ്ദേഹം എടുത്തിട്ടുള്ളത് ആരൊക്കെയാണ് യെല്ലോ ബോഡീഡ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ഫീമെയിൽസിനെയും പിന്നെ ബ്രൗൺ ബോഡീഡ് ആയിട്ടുള്ള റെഡ് ആയിട്ട് മെയിൽസിനെയുമാണ് എടുത്ത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഇതില് അതായത് ഒരു കാര്യം കണ്ടുപിടിച്ചത് എന്താണ്? ഇൻഡിപെൻഡന്റ്ലി അല്ല സെഗ്രിഗേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു അല്ലെ? എന്താണ് അവർക്ക് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ എന്ത് നടക്കുന്നുണ്ട്? ലിങ്കേജ് ഉണ്ട് അവർക്ക് അല്ലെ? എന്താണ് കുറച്ച് ജീൻസ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് പോവില്ല. ഒരു ബ്ലോക്ക് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുള്ളൂ എന്ന് കണ്ടുപിടിച്ചു. ശരിക്കും നമ്മള് മെന്റലിന്റെ ഇതിലാണെങ്കിൽ എന്തായിരുന്നു, അവര് ഓരോ ജീൻസും അല്ലെങ്കിൽ ഓരോതും എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ്ലി പോകുന്നു ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് ഇവിടെ മോർഗൻ എന്ത് കണ്ടുപിടിച്ചു? അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡ്രോസോഫിലയില് സെഗ്രിഗേഷൻ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അത് മാത്രമല്ല നമ്മുടെ മെന്റലിന്റെ ഇതില് ഡൈഹൈബ്രിഡ് ക്രോസിന് നമുക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, റേഷ്യോ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ തമ്മില് ലിങ്കേജ് ഇല്ലാതെ പോകുമ്പോ ഉണ്ടായിരുന്ന ഒരു റേഷ്യോ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? ആ റേഷ്യോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഡ്രോസോഫിലയിൽ ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ്ലി അല്ല പോകുന്നത്, അതുകൊണ്ടാണ് എന്ത് ഈ ഒരു റേഷ്യോയിൽ നമുക്ക് വാരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. എന്താണ് നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? പാരന്റൽ ടൈപ്പും ഉണ്ട്, നോൺ പാരന്റൽ ടൈപ്പും ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? പാരന്റൽ ടൈപ്പ് ആണ്. നോൺ പാരന്റൽ ടൈപ്പ് ആയിട്ട് നമുക്ക് എന്ത് കാണുന്നില്ല, അധികം കാണുന്നില്ല. അല്ലാതെ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നിട്ടുള്ളത് എന്താണ് കുറച്ച് മാത്രമേ കാണുള്ളൂ. വാരിയേഷൻ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. കൂടുതലും നമ്മൾ എന്താണ് ആ ഒരു പാരന്റൽ ടൈപ്പ് ആണ് നമ്മൾ റീറ്റെയിൻ ചെയ്യാറുള്ളത്. ഓക്കെ, മാത്രമല്ല ഇതിന്റെ എഫിന്റെ റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്? നോർമൽ ആയിട്ടുള്ള ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ക്രോസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. നമ്മള് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മെറ്റീരിയൽ റേഷ്യോ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അവരുടെ ഗെയിംസിന്റെ ട്രാൻസ്ഫർ ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഒരു ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇൻഡിപെൻഡന്റ് അല്ലാതെ ലിങ്കേജ് നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഡൈഹൈബ്രിഡ് റേഷ്യോയിൽ നിന്ന് ഇവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ലിങ്കേജ് കൊണ്ടാണ്. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ജീൻസ് ചില ജീൻസ് എന്ത് ചെയ്യില്ല, അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രാവൽ ചെയ്യില്ല. എന്ത് ചെയ്യും, പോകുമ്പോൾ ഒരു കൂട്ടമായിട്ട് അവർ ലിങ്ക് ആയിട്ടാണ് പോകുന്നുള്ളൂ. ഓക്കെ, എന്താണ് ലിങ്കേജ് എന്ന് പറയുന്നത്? ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഇൻ എ ക്രോമസോം. ഒരു ക്രോമസോമിലുള്ള ജീൻസിന്റെ ഫിസിക്കൽ അസോസിയേഷൻ ആണ്. അതിന് എന്താണ് പറയുന്നത്? ലിങ്കേജ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ജീൻസിനെ എന്താണ് പറയുന്നത്? ലിങ്ക്ഡ് ജീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലിങ്കേജ് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഒക്കെ കോയിൻ ചെയ്തത് ആരാണ്? TH മോർഗൻ ആണ്. ഓക്കെ, ഈ ഒരു ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ ഒരു ഇതുണ്ടായിരുന്നില്ല, എന്താണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ആ ലോ പറയുന്നത്? ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വരുമ്പം ആ ക്യാരക്ടേഴ്സ് എന്താണ്
ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ജീൻസും മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അത് രണ്ടും രണ്ടായിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ എന്ത് കാണുന്നുണ്ട്, ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുമിച്ച് അതിന്റെ ജീൻസ് ഒക്കെ ഒരുമിച്ച് പോകുന്നത് കാണുന്നുണ്ട് അല്ലെ. അപ്പം അതിനെ എന്താണ് നമ്മുടെ ഈ ഒരു ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ ഡീവിയേഷൻ ആയിട്ടാണ് കാണുന്നത്. ലിങ്ക്ഡ് ജീൻസ് എന്താണ്, ലോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ ഡീവിയേഷൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പം നമ്മളതിലുള്ള ഡൈഷ്യസ് ആയിട്ടുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയില് ഫീമെയിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ജെനറ്റിക് ടൈപ്പിൽ നമ്മൾ മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ക്രോമസോം ആ ഒരു നോക്കിയിട്ടാണ് അല്ലെ അവർക്കുള്ള ജീൻസിന്റെ ആ ഒരു നോക്കിയിട്ടാണ്. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ക്രോമസോം ആണ് എന്ത് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. മെയിൻ ഫാക്ടർ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ നമ്മുടെ ജെനറ്റിക് ടൈപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ സെക്സ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഡിറ്റർമിൻ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്, ഒരു ക്രോമസോംസ് ആണ് അല്ലെ. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണ് നമ്മുടെ നല്ല അത്യാവശ്യം എല്ലാത്തിലും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ആണ് ഓർഗാനിസംസിൽ മൊത്തം കാണുന്ന രണ്ട് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണുള്ളത്. ഏതൊക്കെ ടൈപ്പ് ആണ്, ഓട്ടോസോംസ് ഉണ്ട്. അവരെന്താണ്, ഓട്ടോസോംസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണ്. അത് സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെക്സ് ഡിറ്റർമിനിങ് അല്ലാത്ത ബാക്കി എല്ലാത്തിനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോംസിനെ നമ്മൾ എന്താ പറയാ, നമ്മുടെ ബാക്കി എല്ലാ കാര്യത്തിനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്, ഓട്ടോസോംസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഓട്ടോസോംസ് എന്താണ്, ക്രോമസോംസ് ആണ്. അവരെന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സൊമാറ്റിക് ക്യാരക്ടേഴ്സ് ഓഫ് ദ ഓർഗാനിസത്തിന്റെ സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെയാണ് എന്താ ഓട്ടോസോംസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്തുണ്ട്, രണ്ടാമത്തത് സെക്സ് ക്രോമസോംസ് ഉണ്ട് അല്ലെ. സെക്സ് ക്രോമസോംസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്, അവര് ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ചെയ്യുന്നത്. ഒരു ഓർഗാനിസത്തിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാക്കുന്നത് ആരാണ്, സെക്സ് ക്രോമസോംസ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഓർഗാനിസങ്ങളെയും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് ടൈപ്പ് ക്രോമസോംസ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ്, ഓട്ടോസോംസും സെക്സ് ക്രോമസോംസും. ഓക്കെ, ഈ ഒരു സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രോമസോംസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചത്, അതിന്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെൻകിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ഹെൻകിങ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് എപ്പോഴാണ് 1891 ഹെൻകിങ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിന്റെ അതിലാണ് ഫസ്റ്റ് ആയിട്ട് സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രോമസോംസ് ഉണ്ട് എന്ന് അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാല് ചില ഇൻസെക്ട്സിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ചില ഇൻസെക്ട്സിനെ എടുത്തിട്ട് അദ്ദേഹം അവരുടെ എന്ത് പഠിച്ചു, സ്പെർമറ്റോജെനസിസ് പഠിച്ചു. ഓക്കെ, ഹെൻകിങ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചില ഇൻസെക്ട്സിനെ എടുത്തു, അവരുടെ എന്ത് പഠിച്ചു, സ്പെർമറ്റോജെനസിസ് ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അങ്ങനെ പഠിച്ച സമയത്ത് അദ്ദേഹം ഒരു കാര്യം ഒബ്സർവ് ചെയ്തു. എന്താ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാല് ആ ഒരു സ്പെർമറ്റോജെനസിസിൽ ഉണ്ടാവുന്ന സ്പേംസില് ഒരു 50% സ്പേംസിന് ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. എന്തിനു ശേഷം, സ്പെർമറ്റോജെനസിസിന് ശേഷം ആ ഒരു 50% സ്പേമിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 50% സ്പേം എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സ്ട്രക്ചർ അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം 1891 ഹെൻകിങ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ചില ഇൻസെക്ട്സിന്റെ സ്പെർമറ്റോജെനസിസ് എടുത്ത് പഠിക്കുമ്പോൾ എന്ത് കണ്ടു, ആ ഒരു സ്പെർമറ്റോജെനസിസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, സ്പേം കിട്ടും. അതില്
എന്താണ് ഒരു 50% സ്പേമിന് ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 50% എന്ത് കിട്ടിയിട്ടില്ല, ആ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടില്ല. ഹെൻകിങ് ആണ്. ഹെൻകിങ് എന്ത് ചെയ്തു, ഈ സ്ട്രക്ചേഴ്സിനെ എക്സ് ബോഡി എന്ന് വിളിച്ചു. ഹെൻകിങ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്ട്രക്ചേഴ്സിനെ എന്ത് വിളിച്ചു, എക്സ് ബോഡീസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ എക്സ് ബോഡീസ് ആണ് പിന്നെ ലേറ്റർ പോകെ എന്തായത്, എക്സ് ക്രോമസോംസ് ആയിട്ട് നമ്മൾ പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതിനെ പിന്നീട് എന്ത് വിളിച്ചു, എക്സ് ക്രോമസോംസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം ആ ഒരു 50% അത് കിട്ടിയിട്ടുള്ള ആൾക്കാർ ആരാണ്, അതെ ആ ഒരു എക്സ് ക്രോമസോംസ് ഉള്ള ആൾക്കാരാണ് അല്ലെ. ബാക്കിയുള്ള 50%ഓ അത് കിട്ടാത്ത ആൾക്കാർ എന്തായിരിക്കും, അത് വേറൊരു സെക്സ് ഇതിൽ വരുന്നതായിരിക്കും അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു 50-50 എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു ഓർഗാനിസത്തിൽ നിന്ന് 2 ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ, 2 ടൈപ്പ് ഗമീറ്റ്സ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഈക്വൽ പെർസെന്റേജ് എമൗണ്ട് അല്ലേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാല് ഒരു 100% ഒരു സ്പേമിനെ എടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ മെയിലോ ഫീമെയിലോ നോക്കിക്കഴിഞ്ഞാൽ എത്ര മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവും, 50% ഉണ്ടാവും, എത്ര ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാവും, 50% ഉണ്ടാവും. അല്ലാതെ മെയില് കുറച്ച് കൂടുതൽ പെർസെന്റേജ്, ഫീമെയില് കുറച്ച് കൂടുതൽ പെർസെന്റേജ് എന്നാണ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, 50%-ന് ഈ ഒരു എക്സ് ബോഡി ഉള്ളതിനെ കണ്ടതും ബാക്കിയുള്ള 50%-ന് അത് ഇല്ലാണ്ട് കണ്ടതും. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മളെ പല ഓർഗാനിസത്തിലെയും എന്താണ് ഫീമെയിൽ ആൻഡ് മെയിലിന്റെ എന്താണ് ആ ഒരു മെക്കാനിസം അല്ലേ, ആ ഒരു അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു ഇതാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ഗമീറ്റ്സിന്റെ ഇതാണ്. അപ്പം ഇത് ആരുടെയാണ്, ഈ ഒരു എക്സ് ഫീമെയിൽ XY മെയിൽ ഒരു മെക്കാനിസം ആർക്കാണ് കാണുന്നത്, ആർക്കൊക്കെയാണ് ഈ എക്സ് ഫീമെയിൽ ആയിട്ടും XY മെയിൽ ആയിട്ടുള്ള മെക്കാനിസം കാണുന്നത്, നമ്മളെ ഹ്യൂമൻസിൽ കാണുന്നത് ഏതാണ്, ഈ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ളതും XY എന്ന് പറഞ്ഞിട്ട് മെയിൽ ആയിട്ടുള്ളതുമായിട്ടുള്ള മെക്കാനിസം ആണ് ആർക്ക് കാണുന്നത്, ഹ്യൂമൻസിൽ കാണുന്നത് അല്ലെ. ഹ്യൂമൻസിൽ മാത്രമല്ല ഡ്രോസോഫിലയിലും എന്താണ് ഈ ഒരു മെക്കാനിസം തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ എക്സ് ഫീമെയിൽ XY മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെക്കാനിസത്തിൽ പറയുന്നത്, എന്താണ് മെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഹെട്രോഗാമറ്റിക് ആണ് അല്ലെ. മെയിലിന് 2 ടൈപ്പ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഹെട്രോഗാമറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏതൊക്കെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫീമെയിൽ എന്ന് പറയുന്നത് ആരാണ്, ഫീമെയിൽ ഒരു ഹോമോഗാമറ്റിക് ആയിട്ടുള്ള ആളാണ്. ഹോമോഗാമറ്റിക് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരൊറ്റ ടൈപ്പ് ആയിട്ടുള്ള എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഗമീറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഹെട്രോഗാമറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെട്രോസൈഗസ് ഒക്കെ അല്ലായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഹെട്രോഗാമറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ടൈപ്പ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം ഹോമോഗാമറ്റിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടൈപ്പ് ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹ്യൂമന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല്, ഹ്യൂമന്റെ എങ്ങനെയാണ്, നമുക്ക് എത്ര പേര് ക്രോമസോംസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ക്രോമസോംസ് നമുക്ക് കാണുന്നുണ്ട്, ഹ്യൂമൻസിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ പറയോ, ഹ്യൂമൻസിൽ എത്രയാണ് കാണുന്നത്, 23 പെയർ കാണുന്നുണ്ട് അല്ലെ. 23 പെയർ എന്ന് പറയുമ്പോ
46 ക്രോമസോംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ട്. അപ്പം അത് നോക്കുവാണെങ്കിൽ നമ്മൾ ഓട്ടോസോംസ് എന്നും സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ നമുക്ക് എത്ര ഓട്ടോസോംസ് കാണുന്നുണ്ട്, നമുക്ക് എത്രയാണ് 44 ഓട്ടോസോംസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എത്രയാണ് 22 പെയർ ഓട്ടോസോംസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ 44 ഓട്ടോസോംസ് നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ എന്താണ്, സൊമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നിട്ടുള്ള അങ്ങനെയുള്ളതാണ്, അതിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു പെയർ അല്ലെങ്കിൽ 2 സെക്സ് ക്രോമസോംസ് നമുക്ക് കാണുന്നുണ്ട് അല്ലെ. അതെല്ലാവരിലും അങ്ങനെ തന്നെ കാണുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ. അപ്പൊ നമ്മള് ഹ്യൂമൻസിന്റെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളൊരു മെയിലിനെ എടുത്ത് നോക്കുകയാണ്, ഹ്യൂമൻ മെയിലിനെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്, അവർക്ക് 44 ഓട്ടോസോംസ് കാണും. പ്ലസ് എത്രയാണ്, ഒരു രണ്ട് സെക്സ് ക്രോമസോംസ് കാണുന്നുണ്ട്. അതിപ്പോ മെയിൽ ആയതുകൊണ്ട് അതിൽ 1 എക്സും 1 വൈയുമാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഫീമെയിലിനെ എടുത്ത് നോക്കുവാണ്. ഫീമെയിലിനെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് 44 ഓട്ടോസോംസ് കാണുന്നുണ്ട്. പ്ലസ് എക്സ് ആണ് കാണുന്നത് അല്ലെ. അത് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് എക്സ് ആണ് കാണുന്നത്. അപ്പം ഈ ഒരു ഗമീറ്റ്സ്, ഇതിൽ നിന്ന് ഗമീറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ഗമീറ്റ്സ് എങ്ങനെയാണ്, നമ്മളെ മെയിലില് ഹെറ്ററോഗാമറ്റിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2 ടൈപ്പ് ഗമീറ്റ്സ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, മെയിൽസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും, എന്തായാലും അതിൽ എന്ത് വേണം, ഒരു ഗമീറ്റിൽ എന്ത് വേണം, ഇതിന്റെ ഹാഫ് ആയിട്ട് എത്ര വേണം, ഹാഫ് ആയിട്ട് വേണം അല്ലെ. ഹാഫ് ആയിട്ട് വരുമ്പം എത്ര വരും, 23 വരണം അല്ലെ. 23 വരണം. അപ്പം 22 ഓട്ടോസോംസും പ്ലസ് ഒരു സെക്സ് ക്രോമസോമും ആണ് ഒരു ഗമീറ്റിൽ ഉണ്ടാവുക അല്ലെ. ഒരു ഗമീറ്റിൽ എങ്ങനെയാണ് വരിക, 22 ഓട്ടോസോംസും ഉണ്ടാവും, പ്ലസ് അതുപോലെ ഒരു സെക്സ് ക്രോമസോംസും ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോ എങ്ങനെയാണ്, ഇതിൽ നിന്ന് ഒരു എക്സ് ആണ് ആദ്യത്തെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഗമീറ്റിലുള്ളത്. രണ്ടാമത്തേലോ 22 ഓട്ടോസോംസ് പ്ലസ് എന്താണ്, ഒരു വൈ ക്രോമസോം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് രണ്ടുമാണ് എന്ത് പോസിബിൾ ആയിട്ട് ഇതിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഒരു എക്സ് ഉണ്ടാവാം, സെക്സ് ക്രോമസോംസിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒന്നിൽ അത് എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതെന്തായിരിക്കാം, അത് വൈ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫീമെയിലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഫീമെയിലിൽ ഇവിടുന്ന് പോസിബിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ളത് ആകെ ഒരു ഒറ്റ ഗമീറ്റ് മാത്രമാണ് അല്ലെ. എങ്ങനെയാണ്, പോസിബിൾ ഗമീറ്റ്സിന്റെ എണ്ണം 1 മാത്രമാണ്. 22 ആയിട്ടുള്ള ഓട്ടോസോംസ് പ്ലസ് ഒരു എക്സ് ക്രോമസോം ആയിരിക്കും ഒരു ഗമീറ്റിൽ എന്തായാലും ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, നോക്കുവാണ്. അപ്പം ഈ ഒരു എക്സ് രണ്ട് എക്സ് ഉള്ള എന്ന് വെച്ചാൽ മെയിൽസിൽ നിന്നും എക്സ് ക്രോമസോം ആണ്, ഫീമെയിലിൽ നിന്നും എക്സ് ക്രോമസോം ആണ് വരുന്നതെങ്കിൽ അത് എന്തായിട്ടാണ് മാറുക, ചൈൽഡ് എന്തായിട്ടാണ് മാറുക, ആ ഒരു ഓഫ് സ്പ്രിങ് എന്ത് ചെയ്യും, 44 ഓട്ടോസോമും പ്ലസ് ഒരു എക്സ്, രണ്ടാമത്തും എക്സ് ആയിട്ടുള്ള 2 എക്സ് സെക്സ് ക്രോമസോംസ് വന്നിട്ടുള്ള എന്തായിട്ട് മാറും, ഫീമെയിൽ ചൈൽഡ് ആയിട്ട് മാറും. ഫീമെയിൽ ചൈൽഡ് ആയിട്ട് മാറും. ഇനി നമ്മളിത് എന്തിനു നോക്കുവാണ്, ഈ ഒരു വൈ ആണ് മെയിലിൽ നിന്ന് വരുന്നതെങ്കിൽ എന്തായിട്ട് മാറും, 44 ഓട്ടോസോമും പ്ലസ് എക്സ് ഫീമെയിലിൽ നിന്ന് വന്നു, വൈ മെയിലിൽ നിന്ന് വന്നു. അപ്പൊ അവിടെ എന്താണ്, അത് മെയിൽ ചൈൽഡ് ആയിട്ടാണ് മാറുന്നത് അല്ലെ, അത് മെയിൽ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് എന്തുണ്ടാവുക, നമ്മളെ ഒരു ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവുക. അപ്പം മെയിൽ ചൈൽഡ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി എങ്ങനെയാണ്, നമ്മുടെ ഫാദറിൽ നിന്ന് വൈ ക്രോമസോം വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക്
മെയിൽ സൈഡ് ഉണ്ടാവുള്ളൂ. അതില് എന്തില്ല, മദറിന്റെ ക്രോമസോംസിന് അല്ലെങ്കിൽ മദറിന് അതിൽ എന്തില്ല, ഡയറക്റ്റ് ആയിട്ട് വലിയൊരു പങ്കും ഉണ്ടാവുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇത് ആരുടെയാണ്? ഇത് ബേർഡ്സിന്റെ, ബട്ടർഫ്ലൈ, റെപ്റ്റൈൽസിലും ഒക്കെ ഉള്ള ഒരു മെക്കാനിസം ആണ്. ഇതിന്റെ ഈ മെക്കാനിസം എന്താണ് പറയുന്നത്? ZZ മെയിലും ZW ആയിട്ടുള്ള ഫീമെയിലും അവർ ആ ഒരു ഇതിൽ കാണുന്ന മെക്കാനിസം ആണിത്. അപ്പം ഇതിലും മെയിൽ എന്താണ്? പക്ഷെ ഇതില് മെയില് ഹോമോഗാമറ്റിക് ആണ്. മെയില് ഹോമോഗാമറ്റിക് ആണ്. അപ്പൊ വ്യത്യാസമുണ്ട് അല്ലെ? നമ്മുടെ ഹ്യൂമൻസിലെ മെയിൽസ് എങ്ങനെയായിരുന്നു? മെയിൽസ് ഹെട്രോഗാമറ്റിക് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? മെയില് ഹോമോഗാമറ്റിക് ആണ്. മെയിൽസിൽ ആകെ Z എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഗമീറ്റ്സിന് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഫീമെയിൽ എന്ന് പറയുന്നത് ഹെട്രോഗാമറ്റിക് ആണ്. അവർക്ക് Z ആൻഡ് W രണ്ട് ടൈപ്പ് ആ ഒരു ക്രോമസോം ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറ്റും? അത് എന്നാൽ മാത്രമേ അവര് ഫീമെയിൽ ആയിട്ട് മാറുള്ളൂ. അപ്പൊ നമ്മൾ അവരുടെ ഒരു ക്രോസ് എടുത്ത് നോക്കുന്നത് എങ്ങനെയാണ്? മെയിൽ ബേർഡ് ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? രണ്ട് സെറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? മെയിൽ ബേർഡ് ആണ്. അപ്പം ആ ഒരു മെയിൽ ബേർഡിനെ എടുത്തു. അതുപോലെ തന്നെ ZW എന്ന് പറഞ്ഞിട്ടുള്ള എന്തെടുത്തു? ഫീമെയിൽ ബേർഡിനെയും നമ്മൾ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ അവരെ ക്രോസ് ചെയ്യിച്ചു. ക്രോസ് ചെയ്യിക്കുമ്പോൾ അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ഗമീറ്റ്സ് ഏതൊക്കെയാണ്? ഈ ഒരു ഹോമോഗാമറ്റിക് ആയിട്ടുള്ള മെയിൽസിൽ നിന്ന് ആകെ Z എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ഗമീറ്റ് ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. ഫീമെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? Z-ഉം W-ഉം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ പോസിബിൾ ആയിട്ടുള്ള ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു Z-ഉം ഈ ഒരു Z-ഉം തമ്മിൽ എന്തായി? രണ്ടും Z ആവുമ്പോൾ ഹോമോഗാമറ്റിക് ആവുമ്പോൾ അത് മെയിൽ ആയിട്ട് മാറും. രണ്ടിടത്തുനിന്നും Z വന്നു. അപ്പൊ ഹോമോഗാമറ്റിക് ആവുമ്പോൾ അത് എന്താണ്? മെയിൽ ആയിട്ട് മാറി അല്ലെ? അപ്പൊ എന്തുണ്ടായി? മെയിൽ ഉണ്ടായി. ഇനി ഇവിടുന്ന് Z വന്നു, ഇവിടുന്ന് W ആണ് വരുന്നതെങ്കിൽ എന്താവും? ഹെട്രോഗാമറ്റിക് ആയിട്ട് മാറും. ഹെട്രോഗാമറ്റിക് ആണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുക? അവിടെ ഫീമെയിൽ ആണ്. ഓക്കെ, അപ്പൊ ഫീമെയിൽ ബേർഡ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ബേർഡ്സില്, ബട്ടർഫ്ലൈസില്, റെപ്റ്റൈൽസിലൊക്കെ നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഹോമോഗാമറ്റിക് ആയിട്ടുള്ള എന്തുണ്ടാവും? മെയിൽ ബേർഡ് ഉണ്ടാവും. ഹെട്രോഗാമറ്റിക് ആയിട്ടുള്ള ഫീമെയിൽ ബേർഡ് ഉണ്ടാവും. ഓക്കെ, ഹോമോഗാമറ്റിക് ആയിട്ടുള്ള മെയിലിന് ഒരു ടൈപ്പ് എന്ത് വരുള്ളൂ? ഗാമീറ്റേ വരുള്ളൂ. ഹെട്രോഗാമറ്റിക് ആയിട്ടുള്ളതിൽ നിന്ന് രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് വന്നു. ഈ ഒരു മെയിലിൽ നിന്ന് Z-ഉം ഫീമെയിൽ നിന്ന് Z-ഉം ചേരുമ്പോൾ എന്തുണ്ടാവും? ഹോമോഗാമറ്റിക് ആയിട്ടുള്ള മെയിൽസ് ഉണ്ടാവും. ഈ ഒരു മെയിലിൽ നിന്ന് Z-ഉം ഫീമെയിൽ നിന്ന് വരുന്നത് W ആണെങ്കിൽ അതെന്താവും? അത് ഹെട്രോഗാമറ്റിക് ആയിട്ടുള്ള ഫീമെയിൽ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് എന്ത്? ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം എന്താന്ന് വെച്ചാല് എത്ര ഒരു ഓർഗാനിസത്തിന് എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് കിട്ടുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. ഓക്കെ, അത് ആ പേര് കേട്ടാത്തന്നെ ഹാപ്ലോ ആണോ ഡിപ്ലോയിഡ് ആണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില്. അത് നമ്മൾ കാണുന്നത് ആരിലാണ്? ഹണിബിയിലാണ് കാണുന്നത്. ആരിലാണ് കാണുന്നത്? ഹണിബിയിലാണ് കാണുന്നത്. നമുക്കറിയാം ഹണിബിയില് ക്യൂവിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ? അപ്പൊ മെയിലാണ് എന്താ പറയാ? ഡ്രോൺ എന്നാണ് പറയാ അല്ലെ? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അല്ലെ? അപ്പം ക്യൂവിന് എത്ര ക്രോമസോംസ് ആണുള്ളത്? 32 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, അവരെന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണുള്ളത്. അവർക്ക് 32 ക്രോമസോംസ് കാണുന്നുണ്ട്. ഓക്കെ, അവര് ഗമീറ്റ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് മെയോസിസ് ആണ് സംഭവിക്കുന്നത്. മെയോസിസ് എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ് അല്ലെ? മെയോസിസ് നടന്ന് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഗമീറ്റ്സ് ഉണ്ടാവും. റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് 16 ആയിട്ട് മാറും. ഓക്കെ, റിഡക്ഷൻ 32ൽ നിന്ന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 16 ആയിട്ടുള്ള
എന്താണ് ഉണ്ടാവുക? ഗമീറ്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഡ്രോണിനെടുത്ത് നോക്കുവാണ്, അല്ലെങ്കിൽ ആ മെയിലിനെടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് 16 ക്രോമസോംസേ ആകെയുള്ളൂ. അവർക്ക് 16 ക്രോമസോംസേ ആകെയുള്ളൂ. അവര് ഹൈപ്ലോയിഡ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അവർക്ക് നടക്കുന്നത് മൈറ്റോസിസ് ആണ്. അവർ മൈറ്റോട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്ത് ഗമീറ്റ്സിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, അവരതിനെ റീറ്റെയിൻ ചെയ്യും. ആ 16 ക്രോമസോംസിനെ അവരെന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. ഗമീറ്റ്സിലും എന്തുണ്ടാവും? 16 ക്രോമസോംസ് ഉണ്ടാവും. ഇനി ഈ ഒരു ഗമീറ്റ്സ് ഫീമെയിൽ ഗമീറ്റ് ഇല്ലേ, ഫീമെയിൽ ഗമീറ്റ് മെയിൽ ഗമീറ്റുമായിട്ട് മീറ്റ് ചെയ്തു ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? ക്വീൻ അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ടാവും. രണ്ടും എന്താണ്? ഫീമെയിൽസ് ആണ്. ഓക്കെ, ഈ ഒരു ക്വീനിൽ ഉണ്ടാവുന്ന 16 ക്രോമസോംസ് ഉള്ള ആ ഒരു ഗമീറ്റ് മെയിലിന്റെ 16 ക്രോമസോംസ് ഉള്ള ആ ഒരു ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തു ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ക്യൂൽ അല്ലെങ്കിൽ വർക്കേഴ്സ് ആണ് ഉണ്ടാവുക. ആ രണ്ട് ഫീമെയിൽസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു എഗും സ്പേമും കൂടി മീറ്റ് ചെയ്ത് ഫീമെയിൽസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത് ക്യൂൻ ആവാം അല്ലെങ്കിൽ വർക്കേഴ്സ് ആവാം. അവർക്ക് എത്രയായിരിക്കും? അവർക്ക് 32 ക്രോമസോംസ് ഉണ്ടാവും അല്ലെ? അവർക്ക് 32 ഫീമെയിൽസിൽ 32 ക്രോമസോംസ് ഉണ്ടാവും. കാരണം എന്താ? ഇവിടെ നിന്നും 16 കിട്ടുന്നുണ്ട്, ഇവിടെ നിന്നും 16 കിട്ടുന്നുണ്ട്. അവർ എന്ത് കണ്ടീഷനിലായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. അവരെന്ത് കണ്ടീഷനിലായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു ഗമീറ്റ്സ്, ഫീമെയിൽ ഗമീറ്റ് മെയിൽ ഗമീറ്റിനെ മീറ്റ് ചെയ്തില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല. പക്ഷെ അവർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മെയിൽസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ഡ്രോൺസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ നടന്നിട്ടുള്ള ആ ഒരു പ്രോസസ് എന്തായിരിക്കും? ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഒരു ഗമീറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഗാനിസം ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനെ പാർത്തനോജെനസിസ് എന്നാണ് പറയുന്നത് അല്ലെ? അതിനെന്താണ് പറയുന്നത്? പാർത്തനോജെനസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹണിബിയിൽ എന്ത് കാണുന്നുണ്ട്? പാർത്തനോജെനസിസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോൺ എങ്ങനെയായിരിക്കും? 16 ക്രോമസോംസ് മാത്രമേ കാണുന്നുള്ളൂ അല്ലെ? 16 ഉണ്ടാവുള്ളൂ. അവർ എന്ത് സ്റ്റേറ്റിലായിരിക്കും? ഹാപ്ലോയിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അവർ എന്ത് സ്റ്റേറ്റിലാണുള്ളത്? ഹാപ്ലോയിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ക്വീനിന് 32 ക്രോമസോംസ് വന്നതെന്നും ഈ ഒരു ഡ്രോണിന് 16 ക്രോമസോംസ് വന്നതെന്നും മനസ്സിലായില്ലേ? എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് മുതൽ തുടങ്ങുകയാണെങ്കിൽ ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള 32 ക്രോമസോം ഉള്ള പാരന്റും അതുപോലെ തന്നെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള 16 ക്രോമസോം ഉള്ള മെയിൽ പാരന്റും അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ ഒരു ഫീമെയിലില് അവർക്ക് ഗമീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ എന്താണ്? മെയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിഡക്ഷൻ ഡിവിഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ ഒരു റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് എന്താക്കും? 32ൽ നിന്ന് 16 ക്രോമസോം ഉള്ള ഗമീറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമ്മള് ഡ്രോണിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് മൈറ്റോസിസ് തന്നെയാണ് നടക്കുന്നത്. അവർക്ക് ആകെ 16 ക്രോമസോംസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തില്ല? മയോസിസ് നടന്നിട്ടില്ല. അവര് ആ ഒരു ക്രോമസോംസിനെ റീറ്റെയിൻ ചെയ്തു. മൈറ്റോസിസ് ആണ് നടക്കുന്നത്. ഇനി ഈ ഒരു ഗമീറ്റ് ഉണ്ടായി, ഫീമെയിൽ ഗമീറ്റ് 16 ക്രോമസോംസ് ഉള്ള ഫീമെയിൽ ഗമീറ്റ് മെയിൽ ഗമീറ്റിനെ മീറ്റ് ചെയ്തു. അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു. എന്നിട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ ക്വീൻസ് അല്ലെങ്കിൽ ഫീമെയിൽസ് ഉണ്ടായി. അവർക്ക് എന്തായിരിക്കും? അവർക്ക് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും 32 ക്രോമസോം ഉണ്ടാകും. അപ്പൊ ഫീമെയിൽസിന് മാത്രമേ എന്തുള്ളൂ? 32 ക്രോമസോംസ് കാണുന്നുള്ളൂ. ഇനി ഫീമെയിൽ ഗമീറ്റ് അത് മെയിൽ ഗമീറ്റിനെ മീറ്റ് ചെയ്തില്ല, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പാർത്തനോജെനസിസ് നടന്നു. അവരെന്തായി? മെച്ചൂർഡ് ആയിട്ടുള്ള ഡ്രോൺസ് ആയിട്ട് മാറി. അപ്പം അവർക്ക് എന്തേ ഉള്ളൂ? അവർക്ക് ആകെ 16 ക്രോമസോംസേ ഉള്ളൂ. അവരെന്താവും? മെയിൽസ് ആണ് ഡ്രോൺസ് ആയിട്ട് മാറി. ഇതാണ് എന്ത്? ഹാപ്ലോ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസം ആരിലാണ് കാണുന്നത്? ഹണിബിയിലാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. എന്തിലാണ് നടക്കുന്നത്? DNA സീക്വൻസിൽ.
ഏതൊക്കെ DNA സീക്വൻസിൽ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ആയിട്ടുള്ള പെട്ടെന്ന് നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകൾ നടന്ന അല്ലെങ്കിൽ ഒരുപാട് നേരെടുത്തിട്ടല്ല പെട്ടെന്ന് ഉണ്ടാവുന്ന ഹെറിറ്റബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ചേഞ്ചസ് ആണ് എവിടെയാണ് ഉണ്ടാവുന്നത്? DNA സീക്വൻസസിലാണ് ഉണ്ടാവുന്നത്. ഇത് എന്തിനെ മാറ്റും? ജീനോടൈപ്പിനെ മാറ്റും. ജീനോടൈപ്പിനെ മാറ്റും. ചില സമയം എന്താവും? അത് ഫീനോടൈപ്പിലും അത് കാണിക്കും. ചില സമയം എന്താണ്? അത് ജീനോടൈപ്പിൽ മാറിയിട്ട് പുറത്തേക്ക് അത് അറിയാണ്ട് നിൽക്കും. ജീനോടൈപ്പിൽ മാറിയിട്ടുണ്ട് പക്ഷെ പുറത്തേക്ക് അറിയില്ല. ചിലത് എന്ത് ചെയ്യും? അത് നമുക്ക് ജീനോടൈപ്പിൽ മാറിക്കഴിഞ്ഞാലും കഴിഞ്ഞു. ജീനോടൈപ്പിൽ എന്തായാലും മാറും. അത് നമുക്ക് ഫീനോടിപ്പിക്കലി നമുക്ക് അതിന് എന്തുണ്ടാവും? ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഒരു മ്യൂട്ടേഷന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ഒരു മ്യൂട്ടേഷന് കാരണമാകുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ വസ്തുക്കളെ നമ്മൾ മ്യൂട്ടാജൻസ് എന്നാണ് പറയാ. മ്യൂട്ടേഷന് കാരണമാകുന്നവയെ നമ്മൾ മ്യൂട്ടാജൻസ് എന്നാണ് പറയാ. അവര് ഏജൻസ് എന്താണ്? മ്യൂട്ടേഷന് കാരണമാകുന്ന മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് അവര്. എത്ര ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഫിസിക്കൽ മ്യൂട്ടാജൻസും ഉണ്ട്, കെമിക്കൽ മ്യൂട്ടാജൻസും ഉണ്ട്. ഫിസിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? UV റേഡിയേഷൻ, എക്സ്റേ, ആൽഫ, ബീറ്റ, ഗാമ റേസ് ഒക്കെ എന്താണ്? ഇതൊക്കെ ഫിസിക്കൽ മ്യൂട്ടാജൻസ് ആണ്. ഇതൊക്കെ കാരണം ഉണ്ടാവും മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കെമിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറയുമ്പോൾ മസ്റ്റാർഡ് ഗ്യാസ്, ഫിനോൾ, ഫോർമാലിൻ ഇതൊക്കെ എന്താണ്? കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് നമ്മുടെ ഇതിനെ മ്യൂട്ടേഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും ഉണ്ട്, പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫ്രെയിമിൽ നമ്മൾ ഇതിനെ എടുത്തു വെക്കുകയാണെങ്കിൽ എന്താണ്? ആ ഒരു ഫ്രെയിമിൽ ഒരു മാറ്റം വരുന്ന ഒരു മ്യൂട്ടേഷൻ. ഓക്കെ, അതെങ്ങനെയാണ് വരിക? ഒരു ലോസ് അല്ലെങ്കിൽ ഡിലീഷൻ, ഏതെങ്കിലും ഒരു ബേസ് പെയറോ അല്ലെങ്കിൽ ഒരു പാർട്ട് തന്നെ ലോസ് ആകും. ഒരു ബേസ് പെയറിൽ കൂടുതലുള്ള ഒരു പാർട്ട് ആ ഒരു ഫ്രെയിം ഷിഫ്റ്റിൽ മാറ്റം വരണമെങ്കിൽ എന്താണ്? ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിലീറ്റ് ആവണം. അല്ലെങ്കിൽ എന്താണ്? ഗെയിൻ അല്ലെങ്കിൽ ഇൻസേർഷൻ ചെയ്യണം. ഇൻസേർഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു പാർട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിൽക്കണം. ആ ഒരു സ്ഥലത്ത് ഒരു DNA സെഗ്മെന്റിന്റെ ഒരു പാർട്ട് ലോസ് ആവുക, അതിനെ ഡിലീഷൻ എന്ന് പറയും. ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർഷൻ എന്ന് പറയും. ഡ്യൂപ്ലിക്കേഷൻ, ആ ഒരു പാർട്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബേസ് പെയറിൽ ഉണ്ടാവുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് അല്ലെങ്കിൽ ചേഞ്ച് ആണ്. ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള ബേസ് പെയറിൽ ഉണ്ടാവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരൊറ്റ ഒരു പോയിന്റിൽ മാത്രം ഉണ്ടാവുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് എന്ത്? ഈ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? സിക്കിൾ സെൽ അനീമിയ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അല്ലെ. അപ്പം ഇവിടെ നോക്കുമ്പോ ABCDEF എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട്? കുറെ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ക്രോമസോംസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് പറയുന്നത്. അപ്പം ഇതിൽ ഇയും എഫും ഉണ്ടാവും. ഈ ഇയും എഫും എന്ത് ചെയ്തു? അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. വീണ്ടും അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? ഒരു ഇയും എഫും കൂടെ ഉണ്ട്, വീണ്ടും ഒരു ഇയും എഫും ആയിട്ട് മാറും. അവരെന്ത് ചെയ്തു? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നിന്നു. അപ്പം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ഫ്രെയിമിൽ എന്ത് ചെയ്തു? ഒരു മാറ്റം വന്നു, ഡ്യൂപ്ലിക്കേഷൻ വന്നു അല്ലെ. ഇനി രണ്ടാമത്തത് എന്താണ്? ഡിലീഷൻ ആണ്. ഡിലീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിലീറ്റ് ആയി പോവുക അല്ലെ. അപ്പൊ ഈ ഇയും എഫും തന്നെ എടുത്തു കഴിഞ്ഞാല് അത് ഡിലീറ്റ് ആയി പോയാൽ എങ്ങനെ വരും? ഈ ഒരു ക്രോമസോമിൽ നിന്ന് എന്ത് പറ്റി? ആ ഒരു ഇയും എഫും ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ ജീൻസ് എന്ത് ചെയ്തു? ആ ഒരു ജീൻസ് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. ആ ഒരു പാർട്ടേ ഇല്ലാണ്ടായി. അടുത്തതിൽ നോക്കുമ്പോ ആ ഒരു പാർട്ടേ ഇല്ലാണ്ട് അങ്ങ് പോകും. അപ്പൊ അതാണ് എന്താ? ഡിലീഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻവേർഷൻ ആണ്. ഇൻവേർഷൻ എന്താ? ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജീൻസോ ബേസ് പെയർസോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് വെച്ചാല് ഈ ഒരു ഭാഗം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അതെന്തായി? മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട്
അത് ഡി മുതൽ ഡി ഇ എഫ് അങ്ങ് തിരിഞ്ഞു നിന്നു. ഫസ്റ്റ് എഫ് വന്നു, പിന്നെ ഇ വന്നു, പിന്നെ ഡി വന്നു. ആ രീതിയിൽ അതങ്ങ് ഇൻവേർഷൻ നടന്നു. അതിനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ക്രോമസോമിൽ നിന്ന് വേറൊരു ക്രോമസോമിലേക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ക്രോമസോമിന്റെ പാർട്ടിൽ തന്നെ വേറൊരു പാർട്ടിലേക്കും ആവാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ നടക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ടെണ്ണത്തിൽ ഈ ഒരു ഇത് എടുത്തു നോക്കുമ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, അടുത്തതിലേക്ക് മാറിയിട്ട് കിടക്കുന്നു. ആ ഒരു പാർട്ട് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി. അപ്പൊ എന്താ, ഈ രണ്ടും കൂടി അങ്ങോട്ട് മാറി. അപ്പൊ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്, മെന്റേലിയൻ ഡിസോർഡേഴ്സും ഉണ്ട്, മെന്റേലിയൻ ഡിസോർഡേഴ്സും ഉണ്ട്, ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്. മെന്റേലിയൻ ഡിസോർഡേഴ്സും ഉണ്ട്, ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്. മെന്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാല് ഒരൊറ്റ സിംഗിൾ ജീനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആൾട്ടർനേഷനെയാണ് എന്ത് പറയുന്നത്, മെന്റേലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ മെന്റേലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരൊറ്റ സിംഗിൾ ജീനിലുള്ള മാറ്റം, ഒരൊറ്റ എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ സിംഗിൾ ജീനിൽ മാത്രം ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത്, മെന്റേലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അത് ഡോമിനന്റ് ആവാം, റിസസീവ് ആവാം. ഓക്കെ, നമുക്ക് അതിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യാം, പെഡിഗ്രി അനാലിസിസ് വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, എന്താണ് അത് ഡോമിനന്റ് ആവാം, റെസസീവും ആവാം. ഈ ഡോമിനന്റ് റെസസീവ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ചില ഡിസീസ് എങ്ങനെയാണ്, അത് ആ ഒരു ഡിസീസിന്റെ ജീന് ഡോമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ഈ ഒരു ഡോമിനന്റ് സ്റ്റേജിലാണ് അത് കാണുക എന്ന് പറയുമ്പോൾ, ആ ജീനിന്റെ ഡോമിനന്റ് അലീൽസ് അവര് വരുമ്പോഴാണ് എന്ത്, നമുക്ക് ആ രോഗം അല്ലെങ്കിൽ ഡിസോർഡർ കാണുന്നത്. റെസസീവ് ആയിട്ടുള്ള അസുഖമാണ്, അല്ലെങ്കിൽ അവര് റെസസീവ് ആയിട്ടുള്ള ജീൻസ് ആണ്, റെസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ആ ഒരു റെസസീവ് കണ്ടീഷൻ വരുമ്പോൾ മാത്രം, എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ, അതിന്റെ അലീൽസ് എല്ലാവരിലും നോർമൽ ആയിട്ടുള്ള എല്ലാവരിലും ഡോമിനന്റ് ആയിട്ടുള്ള ഇത് കാണുമ്പോൾ എന്ത് ചെയ്യില്ല, അവർക്ക് അസുഖം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ റെസസീവ് ആയിട്ടുള്ള ജീൻസ് നമ്മളിൽ വരികയാണെങ്കിൽ, റെസസീവ് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എന്തായിരിക്കണം, രണ്ടും റെസസീവ് ആയിരിക്കും, രണ്ടും എന്തായിരിക്കണം, റെസസീവ് അലീൽസ് ആയിരിക്കണം അല്ലെ. ആ രണ്ട് റെസസീവ് അലീൽസ് ആവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു രോഗം നമുക്ക് കാണും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡോമിനന്റ് അലീൽ അല്ലാണ്ട് അതിലുണ്ടെങ്കിൽ നമുക്ക് ആ രോഗം കാണുകയില്ല. പക്ഷെ റെസസീവ് അലീൽസ് അവര് പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ, നമുക്ക് ആ രോഗം കാണുള്ളൂ. അതിന്റെ ഡോമിനന്റ് ആയിട്ടുള്ള ഫീച്ചറുകൾ നമുക്ക് ആ രോഗം കാണില്ല. അപ്പൊ ഈ ഒരു മെന്റേലിയൻ ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആണ് ഹീമോഫീലിയ, ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, കീറ്റോനൂറിയ, താലസീമിയ. ഇതൊക്കെ എന്താണ്, ജനറ്റിക് ഡിസോർഡേഴ്സിൽ മെന്റേലിയൻ ഡിസോർഡേഴ്സിൽ കാറ്റഗറിയിൽ വരുന്നവരാണ്. നമ്മള് ഹീമോഫീലിയയും കളർ ബ്ലൈൻഡ്നെസ് എടുത്തു കഴിഞ്ഞാൽ ഇവര് നമുക്ക് സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ പറ്റും. ഇവര് സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ്. കാരണം സെക്സ് ക്രോമസോംസിൽ അതിലൂടെയാണ് ഇവരൊന്ന് ചെയ്യുന്നത്. സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള ഡിസീസ് ആണ്. ഓക്കെ, സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ഓരോ സെക്സിനനുസരിച്ചിട്ടാണ് ഇവർ കാണുന്നത്, ഇതാക്കുന്നതൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്താണ്, സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ്. ആരൊക്കെ, ഹീമോഫീലിയയും കളർ ബ്ലൈൻഡ്നെസ്സും. അപ്പൊ നമ്മള് ഹീമോഫീലിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെന്തും കൂടി പറയും, ഹീമോഫീലിയ നമ്മുടെ റോയൽ ഡിസീസസ് കൂടി പറയും. ഓക്കെ, അതിന്റെ സിംറ്റംസ് എന്തായിരിക്കും, ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കട്ട് നമ്മുടെ ദേഹത്ത് വന്നാൽ കൂടി നമുക്ക് നോൺ സ്റ്റോപ്പബിൾ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഇല്ല, നടക്കില്ല, കൊയാഗുലേഷൻ ആർക്കും നടക്കില്ല.
നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്ന അതിനെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനിന്റെ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവര് എഫക്ട് ചെയ്യുന്നത്. കോഴ്സ് കാരണം എന്താണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീനിനെയാണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. സെറ്റിൽഡ് ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള ഡിസീസ് ആണ്, സെറ്റിൽഡ് ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള ഡിസീസ് ആണ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫീമെയിൽസ്. ഫീമെയിൽസിന് ഈ ഒരു അസുഖം വരാൻ കുറച്ചുകൂടി ചാൻസ് കുറവാണ്. മെയിൽസിലാണെങ്കിൽ കൂടുതലായിട്ട് ഒരു അസുഖം വരുന്നത്. അതെന്തുകൊണ്ടാണെന്നാൽ ഇവരെന്താണ്, ഒന്നാമത് സെറ്റിൽഡ് ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള ഡിസീസ് ആണ്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫീമെയിൽ, ഹെട്രോസൈഗസ് രീതിയിൽ ഫീമെയിൽസിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അവര് കാരിയേഴ്സ് ആയിരിക്കും. ഇപ്പോ ഹിമോഫീലിയന്റെ കാരിയേഴ്സ് ആയിരിക്കും. അവർ ആ ജീൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു ഫീമെയില് ഹീമോഫിലിക് ആവാനുള്ള ചാൻസ് എങ്ങനെയാണ്, അവരുടെ ഫാദറിന് ഹീമോഫിലി ഉണ്ടാവുക വേണം, അവരുടെ മദർ ഒരു ഹീമോഫിലിക് കാരിയറും ആവണം. ഓക്കെ, ഒരു ഫീമെയില് ഈ ഒരു ഹീമോഫിലിക് ആവാനുള്ള ചാൻസ് ഭയങ്കര റെയർ ആണ്. കാരണം എന്താ, അവിടെ മദർ എന്തായിരിക്കണം, ഹീമോഫിലിക് ആയിട്ടുള്ള കാരിയർ ആയിരിക്കണം, ഹീമോഫീലിയയുടെ കാരിയർ ആയിരിക്കണം. മദറിൽ നിന്ന് വേണം ഈ ഹീമോഫീലിയന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ജീന് ആ ഒരു റെസസീവ് ജീൻ തന്നെ പാസ് ചെയ്ത് കിട്ടുക വേണം. അതുപോലെ തന്നെ ഫാദർ എന്തായിരിക്കണം, ഫാദർ ഹീമോഫിലിക് ആവുക വേണം. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഈ ഒരു റോയൽ റിസർച്ച് പറയാൻ കാരണം എന്താ, ക്യൂൻ വിക്ടോറിയക്ക് ഇങ്ങനെ ഒരു ഡിസീസ് ഉണ്ടായിരുന്നു. അവരുടെ ഡിസെൻഡൻസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസീസ് ഐഡന്റിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, കളർ ബ്ലൈൻഡ്നസ് ആണ്. കളർ ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ റെഡും ഗ്രീനും കളറൊക്കെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് രണ്ടായിരത്തിന് കാണാൻ പറ്റില്ല. അതിന്റെ ഒരു കുറവാണ്. എന്താണ്, എക്സ് ക്രോമസോമിൽ കാണുന്ന ചില ജീനിന്റെ, എക്സ് ക്രോമസോമിൽ കാണുന്ന ചില ജീനിന്റെ ഡിഫക്റ്റ് ആണ് എന്തിന് കാരണം, ഈ ഒരു കളർ ബ്ലൈൻഡ്നസിന് കാരണമാകുന്നത്. ഇതെന്താണ്, ഒരു സെറ്റ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. സെറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ഏകദേശം ഒരു 8% ഇത് എവിടെ ആർക്കാണ് കാണുന്നത്, മെയിൽസിലാണ് കാണുന്നത്. ഫീമെയിൽസിൽ ഒരു 0.4% മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ആർക്ക് കാണുന്നുള്ളൂ, ഫീമെയിൽസിൽ കാണുന്നുള്ളൂ. കാരണം എന്താ, എക്സ് ക്രോമസോമിലാണ് എന്ത് കാണുന്നത്, ഈ ഒരു ജീൻസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത്, മെയിൽസില് ഒരു 8%ഓളോ ഫീമെയിൽസിൽ അതെന്താണ് 0.4%ഓളോ മാത്രമേ കാണുന്നുള്ളൂ. കാരണം എന്താ, ഫീമെയിൽസില് 2 എക്സ് കാണുന്നുണ്ട്, മെയിൽസ് ആകെ ഒരൊറ്റ എക്സേ ഉള്ളൂ അല്ലെ. അപ്പം എന്താണ്, അതുകൊണ്ട് തന്നെ മെയിൽസ് എന്താണ്, മെയിൽസ് ആണ് കുറച്ചുകൂടി ഇത് സസെപ്റ്റബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസീസിനോട്. പിന്നെ ഇതിലും എങ്ങനെയാണ്, വിമൻ എന്തായിരിക്കും, അധികവും കാരിയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാരിയേഴ്സ് ആയിരിക്കും എന്താ വിമൻ. അവർ അവരുടെ മകന് കൊടുക്കാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. അവരുടെ മകന് ഈ ഒരു ഡിസീസ് കിട്ടാനുള്ള ചാൻസ് ആയിരിക്കും എന്ത്, ഒരു കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മകൾക്ക് ഈ ഒരു ഡിസീസ് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ വരണം, അവരുടെ അച്ഛൻ എന്താവണം, അച്ഛൻ ഈ ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളും ആവണം, അമ്മ ഇതിന്റെ കാരിയറും ആവണം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ മാത്രമേ എന്തുള്ളൂ, ആ ഡോട്ടറിന് അത് കിട്ടാനുള്ള ചാൻസ് പോലും ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് താലിസീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അനീമിയാണ് അല്ലെ. എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ ആൽഫ അല്ലെങ്കിൽ ബീറ്റ ചെയിൻ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ് അല്ലെ. അബ്നോർമൽ ആയിട്ടുള്ള HP ഹീമോഗ്ലോബിൻ ആ ഒരു ഇതിൻ്റെതാണ് എന്ത്, ഈ ഒരു താലിസീമിയ വരാനുള്ള കാരണം. മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ആണ് നടക്കുന്നത്. അത് അൾട്ടിമേറ്റ്ലി എന്താണ് നടക്കുന്നത്, ഈ ഒരു ആൽഫ അല്ലെങ്കിൽ ബീറ്റ ചെയിനിന്റെ സിന്തസിസിന്റെ ഒരു പ്രശ്നം വരുന്നത് അല്ലെ. എന്തിനാണ്, ഈ ഒരു
ഹീമോഗ്ലോബിന്റെ ആൽഫ അല്ലെങ്കിൽ ബീറ്റ ചെയിനിന്റെ സിന്തസിസിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ കൊണ്ടാണ് ഇത് നടക്കുന്നത് അല്ലെ. ഇതെന്താണ്? ഇത് ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം എന്താണ്? സെക്സ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഓട്ടോസോമൽ ആണ്. ഈ ഒരു ബ്ലഡ് ഡിസീസസ് നമുക്ക് ഒരു പാരന്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് പോകണമെങ്കിൽ രണ്ട് പാരന്റും എന്തായിരിക്കണം? രണ്ട് പാരന്റും അതിന്റെ കാരിയേഴ്സ് ആയിരിക്കണം. രണ്ട് പാരന്റ്സും അതിന്റെ കാരിയേഴ്സ് ആയാലും മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു ഓഫ്സ്പ്രിങ്ങിന് ഈ ഒരു അസുഖം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. രണ്ട് ടൈപ്പ് താലസീമിയ കാണുന്നുണ്ട്. രണ്ട് ടൈപ്പ് താലസീമിയ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ആൽഫ താലസീമിയ ഉണ്ട്, ബീറ്റ താലസീമിയ ഉണ്ട്. ഓക്കെ, അപ്പം ആൽഫ താലസീമിയ ഉണ്ട്, ബീറ്റ താലസീമിയ ഉണ്ട്. ഇത് പേര് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം എന്താണ്. ആൽഫ താലസീമിയയില് എന്തിനാണ് പ്രശ്നം വരുന്നത്? ആൽഫ ഗ്ലോബിൻ ചെയിനിലാണ് പ്രശ്നം വരുന്നത്. ആൽഫ താലസീമിയയില് ആൽഫ ഗ്ലോബിൻ ചെയിനിലാണ് പ്രശ്നം വരുന്നത്. ആ ഒരു ജീനിനെ കൺട്രോൾ, ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യുന്ന, ആ ചെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഏതൊക്കെയാണ്? HbA1, HbA2 ഒക്കെയാണ്. ഓക്കെ, ക്രോമസോം 16ലുള്ള HbA1 ഉം HbA2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ജീൻസുകളാണ് ഇത് ഈ ഒരു ആൽഫ ഗ്ലോബിൻ ചെയിനിന്റെ ആ ഒരു പ്രൊഡക്ഷന് കാരണമാകുന്നത്. ഓക്കെ, ഇതിലുണ്ടാവുന്ന മ്യൂട്ടേഷന്, അതിലുണ്ടാവുന്ന മ്യൂട്ടേഷൻസ് എന്തിന് കാരണമാകും? ഈ ഒരു ആൽഫ താലസീമിയക്ക് കാരണമാകും. ഇനി നമ്മൾ ബീറ്റ താലസീമിയ പറയുകയാണെങ്കിൽ എവിടെയാണ് പ്രശ്നം വരുന്നത്? ബീറ്റ ഗ്ലോബിൻ ചെയിനിന്റെ ആ ഒരു പ്രൊഡക്ഷനാണ് ഇത് വരുന്നത്. ഒരു സിംഗിൾ ചെയിൻ ആണ് ഈ ഒരു ബീറ്റ ഗ്ലോബിൻ ചെയിനിന്റെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? HBB എന്ന് പറയുന്നത്. അത് എവിടെയാണ് കാണുന്നത്? ക്രോമസോം 11ലാണ് കാണുന്നത്. 11ാമത്തെ ക്രോമസോമിലുള്ള HBB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ജീൻ ആണെന്ത് ഈ ഒരു ബീറ്റ ഗ്ലോബിൻ ചെയിനിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത്. അതിനുണ്ടാവുന്ന മ്യൂട്ടേഷൻ എന്ത് ചെയ്യും? ഈ ഒരു ബീറ്റ ഗ്ലോബിൻ ചെയിനിന്റെ പ്രൊഡക്ഷനെ കാര്യമായിട്ട് ബാധിക്കുകയും അപ്പൊ എന്തുണ്ടാവും? ബീറ്റ താലസീമിയ ഉണ്ടാവുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണ്? ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഇത് ജീൻസിന്റെ അല്ല നോക്കുന്നത്, ഇത് ക്രോമസോമിൽ, ഒരു ക്രോമസോം മൊത്തമായിട്ട് എന്തെങ്കിലും മാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നതാണ് ഇത് ക്രോമസോമൽ ഡിസോർഡർ വരുന്നത്. ആബ്സെൻസ് അല്ലെങ്കിൽ എക്സസ് ഓഫ് അല്ലെങ്കിൽ അബ്നോർമൽ അറേഞ്ച്മെന്റ് ഓഫ് വൺ ഓർ മോർ ക്രോമസോംസ്. ക്രോമസോംസിൽ മൊത്തം ക്രോമസോംസിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഇതില് ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ വരുന്നത്. അതിലുള്ളതാണ് എന്ത് അനിയോപ്ലോയിഡി എന്ന് പറയുന്നത്. അനിയോപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗെയിൻ അല്ലെങ്കിൽ ലൂസ്. ടെലിവിഷന്റെ സമയത്ത് എന്തുണ്ടാവും? ഈ ഒരു ക്രോമാറ്റിക്സ് സെഗ്രിഗേറ്റ് ചെയ്യില്ലേ? സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഈ ക്രോമസോംസ് ആവുന്ന ആ ഒരു ഇതില് എന്താവും? ഈ ക്രോമസോംസിന്റെ സബ്സെറ്റിന്റെ ലോസ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവും. ക്രോമസോം സബ്സെറ്റിന്റെ ലോസ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവും. ക്രോമസോംസ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അഡീഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരിക. അതാണ് എന്ത് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഓക്കെ, നല്ലിസോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിപ്ലോയിഡ് സെറ്റിൽ നിന്ന് ആ ഒരു ക്രോമസോം പെയർ മൊത്തം എന്താ ചെയ്യാം? നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മോണോസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്രോമസോം എന്ത് ചെയ്യാൻ? ഡിപ്ലോയിഡ് സെറ്റിൽ നിന്ന് ഒരു ക്രോമസോം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി ട്രൈസോമി എന്ന് പറഞ്ഞാലോ? ട്രൈസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിപ്ലോയിഡ് സെറ്റിലേക്ക് ഒരു ക്രോമസോം കൂടി എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് ട്രൈസോമി എന്ന് പറയുന്നത്. ഇനി ടെട്രാസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? രണ്ട് ക്രോമസോം എന്ത് ചെയ്യും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യും? രണ്ട് ക്രോമസോം അഡീഷണൽ ആയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? അന്യൂപ്ലോയിഡിയുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഇതാണ്. സെക്കൻഡ് വൺ എന്താണ്? പോളിപ്ലോയിഡി ആണ്. ഓക്കെ, അന്യൂപ്ലോയിഡിയിലാണെങ്കിൽ നല്ലിസോമി, മോണോസോമി, ട്രൈസോമി, ടെട്രാസോമി ഒക്കെ വരുന്നത്. ഓക്കെ, ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഇപ്പോ ആ ഒരു സെഗ്രിഗേഷന്റെ സമയത്ത്, ക്രോമാറ്റിക്സിന്റെ സെഗ്രിഗേഷന്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ ഗെയിൻ ചെയ്യാം അല്ലെങ്കിൽ ലോസ് ചെയ്യാം.
ഓക്കെ. ഇനി പോളിപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂപ്ലോയിഡി, പോളിപ്ലോയിഡി അല്ലെങ്കിൽ യൂപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു സെല്ലിന് എന്തുണ്ട്, സൈറ്റോകൈനസിസ് ഉണ്ട്, കാരിയോകൈനസിസ് ഉണ്ട് അല്ലെ. സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ സെല്ലും ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ടാമത് അല്ലെ. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ക്രോമസോംസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് നിൽക്കുക അല്ലെ. അവിടെ കാരിയോകൈനസിസ് നടക്കും. ഓക്കെ, ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ കാരിയോകൈനസിസ് നടന്നു, പക്ഷെ എന്തോ കാരണം കൊണ്ട് എന്ത് നടന്നില്ല, സൈറ്റോകൈനസിസ് നടന്നില്ല. അപ്പം ആ സെല്ലിൽ എന്തുണ്ടായി, രണ്ട് ക്രോമസോംസ് മെച്ചറായിട്ടുള്ള രണ്ട് അല്ലെങ്കിൽ ഒരു ഹോൾ സെറ്റ് ഓഫ് ക്രോമസോംസ് അവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്, പക്ഷെ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. ഇത് ഏതിലാണ് അധികം കാണുന്നത്, പ്ലാന്റ്സിലാണ് കാണുന്നത്. ഓക്കെ, സൈറ്റോകൈനസിസ് നടക്കില്ല, പക്ഷെ എന്ത് ചെയ്തു, ക്രോമസോംസ് ഒക്കെ മുഴുവൻ ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലിലേക്ക് പോകാൻ വേണ്ടി അവർ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ സൈറ്റോകൈനസിസ് നടന്നിട്ടില്ല. അപ്പൊ ഒരു സെല്ലിൽ തന്നെ എന്തായി, രണ്ട് ഫുൾ സെറ്റ് ഓഫ് ക്രോമസോംസ്, ഹോൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ആയി അല്ലെ. അതിനെയാണ് പോളിപ്ലോയിഡി അല്ലെങ്കിൽ യൂപ്ലോയിഡി എന്ന് പറയുന്നത്. പ്ലാന്റ്സിലാണ് അധികവും കാണുന്നത്. ഈ അന്യൂപ്ലോയിഡിന്റെ ഇതിൽ അണ്ടറിൽ വരുന്ന കുറച്ച് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണുള്ളത്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഉണ്ട്, ടേണേഴ്സ് സിൻഡ്രോം ഉണ്ട്. ഓക്കെ, അതിനുള്ളിൽ അതിനെന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരിയോടൈപ്പ് അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് മാറ്റം വരുന്നത് അല്ലെ. അപ്പം അതെന്താ മാറ്റം വരുന്നത് വെച്ചാല് ട്രൈസോമി ഓഫ് ക്രോമസോം 21. ക്രോമസോം 21ാമത്തെ ക്രോമസോം ഇല്ലേ, 21. ഈ നമ്പർ പറയുന്നത് എന്താ അറിയോ, നമുക്ക് എത്ര ക്രോമസോം ഉണ്ട് എന്നാ പറഞ്ഞത്, നമുക്ക് 1 to 23 പെയർസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. 1 to 23. അപ്പൊ 1 to 23 ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഇത് എവിടുന്നാണ് വരുന്നത്, ഒന്ന് ഫാദറിൽ നിന്നും ഒന്ന് മദറിൽ നിന്നും വരുന്ന ആ ഇതില് ഇങ്ങനെ സെറ്റ് ആയിട്ട് എത്ര കാണും, 23 പെയർസ് ആയിട്ട് നമുക്ക് കാണും. അതില് 21th പെയറില് എന്തുണ്ടാവും, ട്രൈസോമി കാണുകയാണ് ചെയ്യാം. 21th പെയറില് ട്രൈസോമി കാണും. നമുക്ക് അത് 24 ഓട്ടോസോമും പ്ലസ് സെക്സ് ക്രോമസോമും അല്ലേ നമുക്ക് കാണാനുള്ളത്. ഇവിടെ എന്ത് കാണും, ഓട്ടോസോമിൽ ഒറ്റൊന്ന് കൂടും. 21ാമത്തെ ഓട്ടോസോം അല്ലേ, 21ാമത്തത് ഓട്ടോസോം ആണ്. അപ്പം അതില് ഒന്ന് കൂടുമ്പോ എന്തുണ്ടാവും, 45 ഓട്ടോസോംസ് ആയിട്ട് മാറും. അതിലെന്താണ് 21ാമത്തേല് ഒന്ന് എക്സ്ട്രാ വന്നു. ഓക്കെ, 45 ഓട്ടോസോം പ്ലസ് എക്സ് ഫീമെയിൽ ആവാം, XY മെയിൽ ആയിട്ട് മാറും. ഓക്കെ, രണ്ടും ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് എന്തിനെ എഫക്ട് ചെയ്യുന്നില്ല, സെക്സ് ക്രോമസോമിനെ എഫക്ട് ചെയ്യുന്നില്ല. സെക്സ് ക്രോമസോം 23rd പെയർ ആണ്. ബാക്കി ഇത് ഏതിലാണ് എഫക്ട് ചെയ്യുന്നത്, 21ലാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഉണ്ടാവുന്ന എന്തൊക്കെയാണ് ഫീനോട്ടിപ്പിക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും ഇവർക്ക് കാണുന്നതെന്ന് വെച്ചാല് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. പിന്നെന്താ, ഷോർട്ട് ആയിട്ടുള്ള സാച്ചുവേർഡ് ആയിട്ടുള്ള സ്മോൾ റൗണ്ട് ഹെഡ് ആയിരിക്കും, ബ്രോഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും കാണുന്നത്, പാർഷ്യലി ഓപ്പൺഡ് ആയിട്ടുള്ള മൗത്ത് ആയിരിക്കും, പിന്നെ ബിഗ് ആയിട്ടുള്ള റിങ്കിൾഡ് ആയിട്ടുള്ള ടെങ് ഒക്കെ ആയിരിക്കും ഇവർക്ക് കാണുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഇവർക്ക് ഫിനോട്ടിപ്പിക്കലി കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പം ബ്രോഡ് ആയിട്ടുള്ള പാം ഉണ്ടാവും, പാം ഭയങ്കര ബ്രോഡ് ആയിരിക്കും, വിത്ത് പാം ട്രീസ് ഉണ്ടാവും പാമില്. ഈ ഒരു ഫിംഗർ ടിപ്സിൽ കുറെ ലൂപ്സ് കാണാൻ പറ്റും. പിന്നെന്താണ്, ഹാർട്ട് ഡിഫക്ട്സ് ഉണ്ടാവും, ഹാർട്ടിന് ഡിഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെയാണ് എന്ത്, ഈ ഒരു ഡൗൺ സിൻഡ്രോംസിന്റെ ഫീനോട്ടിപ്പിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് കാണുന്നത്. ഇനി രണ്ടാമത്തെ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ആണ്. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി ഓഫ് എക്സ് ക്രോമസോം ഇൻ മെയില് എന്ത് ചെയ്യുക, എക്സ് ക്രോമസോമിന്റെ ട്രൈസോമി നടക്കുകയെന്ന് വെച്ചാൽ ഒരു എക്സ് ക്രോമസോം അങ്ങ് കൂടും.
ഓക്കെ, മെയിൽസിലാണ് അത് കാണുന്നത്. ഒരു എക്സ് ക്രോമസോം അങ്ങ് കൂടും. അങ്ങനെയാകുമ്പോൾ ഓട്ടോസോമിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷെ എന്താണ് XY എന്ന് പറയുന്ന മെയിൽസില് എന്താവും, ഒരു എക്സ് ക്രോമസോമും കൂടി അങ്ങോട്ട് കൂടും. അങ്ങനെ ആവുമ്പോൾ ഫിനോട്ടിപ്പിക്കലി അവരെന്തായിരിക്കും, സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിൽ ആയിരിക്കും. ഓക്കെ, അവർക്ക് ഇമ്മച്ചുവർ ആയിട്ടുള്ള ടെസ്റ്റസും സെക്സ് ഗ്ലാൻസും ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അവർക്ക് ഇമ്മച്ചുവർ ആയിട്ടുള്ള ടെസ്റ്റസും സെക്സ് ഗ്ലാൻസും ആണ് ഉണ്ടാവുക. മെന്റലി റിട്ടയർഡ് ആയിരിക്കും. ഓവറോൾ ഒരു മസ്കുലർ ഡെവലപ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അവർക്ക് എന്തുണ്ട്, ഫെമിനിയൻ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ്, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽസില് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ ആർക്ക് കാണുന്നുണ്ട്, ഈ ഒരു ക്ലൈൻപെട്രോസ് സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഓവറോൾ ഒരു മസ്കുലർ അപ്പിയറൻസ് ആണെങ്കിൽ നമുക്ക് കുറെ ഫെമിനിയൻ ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട്. ഇനി ടേണേഴ്സ് സിൻഡ്രോം എന്താണ്, അത് മോണോസോമി ഓഫ് ക്രോമസോം ഇൻ ഫീമെയിൽസിൽ ഉണ്ടാകുന്ന എന്താണ്, ഫീമെയിൽ ക്രോമസോമില് അതിനുണ്ടാവുന്ന മോണോസോമിയാണ്. എന്ന് വെച്ചാൽ ഒരു എക്സ് മാത്രമേ കാണുള്ളൂ, ഒരു എക്സ് എന്തില്ല, അവർക്ക് കാണുന്നില്ല. അവരെന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും. പോളി ഡെവലപ്ഡ് ഓവറീസ് ആൻഡ് സെക്സ് ഗ്ലാൻസ് ആയിരിക്കും അവർക്ക് കാണുന്നത്. എന്താണ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കാണാൻ അത് അതിന്റെ ലാക്ക് ഉണ്ടാവും. അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കാണില്ല. സ്റ്റെറൈൽ ആയിരിക്കും. പോളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓവറീസും ഗ്ലാൻസും സെക്സ് ഗ്ലാൻസും ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് അന്യൂപ്ലോയിഡി ഈസ് ഫോൾസ്. ഇതിൽ അന്യൂപ്ലോയിഡിക്ക് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസിൽ ഏതാണ് ഫോൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഇതില് ഫോൾസ് ആയിട്ടുള്ള ആൻസർ, ഏതാണ് ഇതില്? ആരെങ്കിലും ഒന്ന് പറയോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ ഏതാണ് അന്യൂപ്ലോയിഡിയുടെ എക്സാമ്പിൾ അല്ലാത്തത്? ഫീനൈൽ കീറ്റോന്യൂറിയ ആണ് എന്ത്, അന്യൂപ്ലോയിഡിയുടെ എക്സാമ്പിൾ അല്ലാത്തത്. ബാക്കി നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ മൂന്നും എന്താണ്, അന്യൂപ്ലോയിഡ് എന്ന് പറയുന്നത് എന്താണ്, ക്രോമസോമൽ ഡിസോർഡർ ആണ് അല്ലെ. അപ്പൊ ഇത് മൂന്നും ക്രോമസോമൽ ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഫീനൈൽ കീറ്റോന്യൂറിയ ശരിക്കും എന്താണ്, അത് നമ്മൾ എന്തിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മെന്റലി ഡിസോർഡേഴ്സിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Which of the following claims about polyploidy is false? ഇതിൽ പോളിപ്ലോയിഡിനെ പറ്റി ഏത് ക്ലെയിം ആണ് ഫോൾസ് ആയിട്ടുള്ളത്? ഇതില് ഏതാണ്, മൂന്നാമത്തതാണ്. എന്താണ്, പോളിപ്ലോയിഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്രോമസോമൽ സെറ്റ്സ് അല്ല. അവരെന്ത് ചെയ്യുന്നില്ല, ക്രോമസോമൽ സെറ്റ്സിനെ കുറയ്ക്കുന്നതല്ല, കൂട്ടുന്നതാണ്. അപ്പൊ ഏതാണ്, ഇതാണ് അതിന്റെ ക്ലെയിം അല്ലാത്തത്. Which of the following techniques may be used to identify an inheritance pattern within a family? ഒരു ഫാമിലിയിലുള്ള ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതിൽ ഏതാണ്? പെഡിഗ്രി അനാലിസിസ് ആണ്. When is it possible for a woman to be color blind? ഒരു വുമൺ കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ അതിനുള്ള ചാൻസ് എങ്ങനെയാണ്? അവരുടെ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം, മദർ കാരിയറും ആയിരിക്കണം അല്ലെ. ആ രീതിയിൽ മാത്രമേ അവർക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ എന്താണ്, ഫോർത്ത് വൺ ആണ് ആൻസർ. Which of the following assertions about alpha thalassemia is false? ആൽഫ താലസീമിയനെ പറ്റിയുള്ള ഇതിൽ ഏതാണ് ഫോൾസ് ആയിട്ടുള്ളത്?
ആൽഫ താലിസിന് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻഹെറിറ്റഡ് ഇൻ എ മെന്റലിയൻ ഡോമിനന്റ് മാനർ. മെന്റലിയൻ ഡോമിനന്റ് മാനറിൽ ഈ ആൽഫ താലിസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് അല്ലെ? ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അപ്പം റെസസീവ് സ്റ്റേറ്റിൽ മാത്രമേ എന്തുള്ളൂ ഈ ഒരു ഡിസോർഡർ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അതിന് ഡോമിനന്റ് അലീൽസ് ആണ് വരുന്നതെങ്കിൽ എന്തില്ല, ഈ ഒരു ഡിസോർഡേഴ്സ് എക്സ്പ്രസ് ചെയ്യില്ല. വേറൊരു ഇതായിരിക്കും എക്സ്പ്രസ് ചെയ്യുക, വേറൊരു ക്യാരക്ടർ ആയിരിക്കും ഈ ഒരു ഡിസോർഡർ എന്തായി കാണുന്നത്. അതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ മെന്റേലിയൻ ഡോമിനന്റ് മാനറിൽ അത് എന്ത് ചെയ്യില്ല, അത് ഇൻഹെറിറ്റ് ചെയ്യില്ല. ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോസ് ഓഫ് താലിസീമിയ? താലിസീമിയയുടെ കോസ് ഇതിൽ ഏതാണ്? താലിസീമിയ എങ്ങനെയാണ്, എന്തിലാണ് ഉണ്ടാവുന്നത്? ഹീമോഗ്ലോബിനിലാണ് കാണുന്നത് അല്ലെ? ഹീമോഗ്ലോബിന്റെ ആൽഫ ആൻഡ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ ഡിഫക്ട്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇതിൽ ഏതിലാണ് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഇത് കാണുന്നത്? RBC-യിലാണ് കാണുന്നത്. അപ്പൊ RBC-യിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണത്. Which of the following claims would be accurate if garden pea plants from Mendel's garden were sampled? Okay. Round seeds were more prevalent than wrinkled seeds. അല്ലെങ്കിൽ wrinkled seeds were more prevalent than round seeds. Both round and wrinkled seeds were equally prevalent. The response depend on the time of the day the samples was taken. മെന്റലിന്റെ ഗാർഡൻ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സാമ്പിളിൽ ഇതിൽ ഏതാണ് കാണുന്നതെന്നാ ചോദിച്ചിട്ടുള്ളത്. പ്രിവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൗണ്ട് സീഡ്സ് were more prevalent than wrinkled seeds അല്ലെ? റൗണ്ട് സീഡ്സ് ആണ് wrinkled സീഡ്സിനെക്കാട്ടും കുറച്ചുകൂടി പ്രിവാലന്റ് ആയിട്ട് ഇതാക്കുന്നത് അല്ലെ? അതാണ് കറക്റ്റ് ആൻസർ. Which of the following characteristics is not a result of Mendel's research? ഇതിൽ മെന്റലിന്റെ റിസർച്ചിൽ വരാത്ത ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നാ ചോദിക്കുന്നത്. അനാലിസിസ് ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സിൽ ബേസ് ചെയ്ത് അനാലിസിസ് ചെയ്തു. മോർ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഉപയോഗിച്ചു, കുറേ സാമ്പിളിംഗ് ഡാറ്റ ഉപയോഗിച്ചു. Creation of a trustworthy and relevant data source ഉപയോഗിച്ചു. Repeatedly destroying the model organs. Model organs destroy ചെയ്തു repeatedly. എന്നിട്ട് പുതിയ മോഡൽ ഓർഗാൻസ് ഉണ്ടാക്കി. ഇതിൽ ഏതാണ് മെന്റലിന്റെ ആ ഒരു ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹത്തിന്റെ റിസർച്ചിൽ അദ്ദേഹം ചെയ്തിട്ടില്ലാത്തത്? അത് തന്നെയാണ്. What process result in a true breeding line? ഒരു ട്രൂ ബ്രീഡിംഗ് ലൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുക? സെൽഫ് പോളിനേഷൻ ചെയ്ത് ഒരുപാട് ജനറേഷൻ ഇങ്ങനെ സെൽഫ് പോളിനേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് നമുക്ക് കിട്ടുന്നത്, ട്രൂ ബ്രീഡിനെ കിട്ടുന്നത്. Which of the following is not a pair of opposite characteristics Mendel studied? Mendel study ചെയ്യാത്ത opposite pair of characters ഏതാണ് ഇതില്? ഹ്യൂമൻസില് sex is determined by A gene showing co-dominance has ഒരു അലീല് വേറൊരു അലീലിന്റെ മുകളിൽ ഡോമിനന്റ് ആയിരിക്കോ, അല്ലെങ്കിൽ രണ്ട് അലീൽസും ഇൻഡിപെൻഡന്റ്ലി എക്സ്പ്രസ് ചെയ്യോ, എന്നുവെച്ചാൽ ഹെട്രോസൈഗോട്ടിക് സ്റ്റേറ്റ് വരുമ്പോ രണ്ടും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യോ, അല്ലെങ്കിൽ അലീൽസ് ടൈറ്റ്ലി ലിങ്ക് ചെയ്ത് ക്രോമസോമിൽ കിടക്കുന്നതാണോ, അല്ലെങ്കിൽ രണ്ട് അലീലും വന്നു കഴിഞ്ഞാൽ അവർ റെസസീവ് ആയിരിക്കും, രണ്ടും പരസ്പരം റെസസീവ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇതിൽ ഏതാണ് വരുന്നത് കോഡോമിനൻസിൽ? ശരിയാണ്.
both alleles correct ആണ്. How many pairs of contrasting characters in P plan were studied by Mendel in his experiment? എത്ര pair of contrasting characters അദ്ദേഹം എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? 9. എത്രയാണ്? 9. ഓപ്ഷൻ ഏതായിരുന്നു? A. എത്ര pair of contrasting characters അദ്ദേഹം എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? 7. 7 ആണ്. 14 എന്നല്ലേ പറഞ്ഞത്? 14 characters എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 7 pairs കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 14 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട്. 7 pairs ആണ്. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. 1 minute കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ? മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ ആളുകൾ അതിന്റെ ഒരു മോളിക്കുലാർ ബേസിസ് എന്തൊക്കെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്താണ്? ഒരു സബ്സ്റ്റൻസ് ആണ്. അത് ബയോളജിക്കൽ ഇൻഫർമേഷൻ അല്ലെ, നമ്മുടെ ഒരു ജീവിയുടെ സ്ട്രക്ചറിലും ഫങ്ഷണലും ഡെവലപ്മെന്റിലുമായിട്ടുള്ള ബിഹേവിയറൽ എല്ലാ പ്രോപ്പർട്ടീസിനെയും റിഗാർഡ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ആര്? അതിനെ ക്യാരി ചെയ്യുന്ന ആളാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെ? അവര് ഇൻഹെറിറ്റൻസിന്റെ സെർവ്സ് ആസ് എ ഏജന്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ചെയ്യുന്ന ഏജന്റ് ആരാണ്? ജനറ്റിക് മെറ്റീരിയൽ ആണ്. എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? കോഡഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ഇൻഫർമേഷൻ ആ ഒരു കോഡഡ് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? പാരന്റ്സിൽ നിന്ന് പ്രോജക്റ്റിലേക്ക് പോകുന്നത്. ഏതൊക്കെയാണ് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽസ്? DNA അല്ലെങ്കിൽ RNA ആണ്. രണ്ടും എന്താണ്? ന്യൂക്ലിക് ആസിഡ്സ് ആണ്. DNA അല്ലെങ്കിൽ RNA ആണ്, രണ്ടും ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ആ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഇതിൽ കാണുന്നത് ജീവനുള്ള അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ഒരു ജനറ്റിക് മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ള മസ്റ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അതിന്റെ തന്നെ റെപ്ലിക്ക ഉണ്ടാക്കാൻ കഴിയണം, റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി അവർ സ്റ്റേബിൾ ആയിരിക്കണം. ഇന്ന കണ്ടീഷനിൽ അവര് സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ അവർ സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് നശിച്ചു പോകുമെന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അത്യാവശ്യം ഒരുപാട് സാഹചര്യങ്ങൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നവരായിരിക്കണം എന്ത് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് വാരിയേഷൻ ഉണ്ടാക്കാൻ കഴിയണം അല്ലെ? അവർക്ക് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ലിങ്കേജ് അങ്ങനെയൊക്കെ ഇതായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വാരിയേഷൻസ് ഉണ്ടാക്കാൻ കഴിയണം. വ്യത്യസ്തമായിട്ടുള്ള ജീവികളെ ഉണ്ടാക്കാനുള്ളത് അല്ലെ? ആ ഒരു വാരിയേഷൻ ഉണ്ടാക്കാൻ കഴിയണം. ആ വാരിയേഷൻ എന്തെങ്കിലും ഇതാണ് എവല്യൂഷന് റിക്വയർഡ് ആയിട്ടുള്ള ഈ ഒരു വാരിയേഷൻ ഉണ്ടാക്കാൻ ആർക്ക് കഴിയണം? ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ കഴിയണം. അങ്ങനെയാണെങ്കിൽ എന്താവുള്ളൂ? ഒരുപാട് ജീവികൾ ഉണ്ടാവുള്ളൂ. നമുക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിന് ജീവിക്കാനുള്ള ഇത് കഴിവ് കിട്ടും അല്ലെ? പിന്നെ മെന്റേലിയൻ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ആ ഒരു മെന്റേലിയൻ ക്യാരക്ടേഴ്സ് ആ ഒരു രീതിയിൽ അതിന് എന്ത് ചെയ്യാൻ കഴിയണം? എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ആ മെന്റേലിയൻ ക്യാരക്ടേഴ്സ് ആ രീതിയിൽ അത് എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യാൻ അതിന് കഴിയണം. ഓക്കെ,
നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മെന്റൽ എന്ത് പറഞ്ഞു വെച്ചു, എന്തോ ഒരു ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, അവര് കൈമാറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ പിന്നീട് അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് എന്ത് ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് അറിയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇത് തുടങ്ങിയത് അല്ലെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഏകദേശം ഒരു ഫസ്റ്റ് ഇതിൽ വരുമ്പോ എന്താണ് ഗ്രിഫിത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. അതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. ആരുടെയാണ്? ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ പേരെന്താണ്? ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ് പേര്. 1928 എന്തിലാണ് നടത്തിയിട്ടുള്ളത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂമോണിയ കോസ് ചെയ്യുന്ന ആരിലാണ്? ബാക്ടീരിയത്തിലാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ന്യൂമോണിയക്ക് കാരണമാവുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയില് നടത്തിയിട്ടുള്ള കുറെ ഇതിലാണ് എന്ത് കണ്ടെടുത്തിട്ടുള്ളത്? കണ്ടെത്തിയതല്ല, ആ ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം എടുത്തപ്പോ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതിന് 2 സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്മൂത്ത് സ്ട്രെയിൻ ആണ്. സ്മൂത്ത് സ്ട്രെയിനില് പോളിസാക്കറൈഡിന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാക്ടീരിയൽ സ്ട്രെയിനിന് പോളിസാക്കറൈഡിന്റെ കോട്ട് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിസാക്കറൈഡ് കോട്ടൊക്കെ ഉള്ള സ്മൂത്ത് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ ഷൈനി കോളനീസ് ഒക്കെ എന്ത് ചെയ്തു? ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, കൾച്ചർ പ്ലേറ്റില് നല്ല ഷൈനി കോളനീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് വിർലന്റ് ആണ്. വിർലന്റ് ആണെന്ന് വെച്ചാല് അവരെന്തുണ്ടാക്കും? അവര് ന്യൂമോണിയ ഉണ്ടാക്കും. അവര് വിർലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇനി അതുപോലെ തന്നെ ഒരു ആർ സ്ട്രെയിൻഡ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ആൾക്കാര്, അവർക്ക് എന്തില്ല? ഈ ഒരു പോളിസാക്കറൈഡിന്റെ കോട്ടില്ല. പോളിസാക്കറൈഡിന്റെ കോട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന കോളനി എന്താണ്? റഫ് കോളനീസ് ആണ്. ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള കോളനീസ് അല്ല, റഫ് കോളനീസ് ആണ്. റഫ് കോളനീസ് ആണ് ആരുണ്ടാക്കുന്നത്? ഈ ഒരു ആർ സ്ട്രെയിൻ ഉണ്ടാക്കുന്നത്. അത് നോൺ വിറലന്റ് ആണ്. നോൺ വിറലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമോണിയ ഉണ്ടാക്കാത്ത ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എസ്ട്രെയിന് ജീവനുള്ള അല്ലെങ്കിൽ ഈ ഒരു ന്യൂമോണിയ കോസ് ചെയ്യാൻ കാരണമാകാൻ ചാൻസ് ഉള്ള ഈ ഒരു എസ്ട്രെയിൻ എന്ത് ചെയ്തു? മൈസിലേക്ക് കൊടുത്തു. മൈസിലേക്ക് അങ്ങോട്ട് ഇൻജക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ മൈസിൽ എന്ത് വന്നു? മൈസിന് ന്യൂമോണിയ വന്നു. മൈസ് ചത്തുപോയി. രണ്ടാമത് എന്ത് ചെയ്തു? ആർ സ്ട്രെയിന് ജീവനുള്ള ആർ സ്ട്രെയിൻ എന്ത് ചെയ്തു? മൈസിലേക്ക് ഇൻജക്ട് ചെയ്തു. അവർക്ക് എന്താ? അവർ നോൺ വിറലന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മൈസ് ജീവിച്ചു. അവർക്ക് ന്യൂമോണിയ ഒന്നും വന്നില്ല. മൈസ് ജീവിച്ചു. എന്ത് ചെയ്തു? എസ്ട്രെയിനെ അങ്ങ് ഹീറ്റ് കിൽഡ് ചെയ്തു. ഹീറ്റ് കൊടുത്ത് എസ്ട്രെയിനെ അങ്ങ് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു? മൈസിലേക്ക് ഇൻജക്ട് ചെയ്തു. അപ്പൊ എന്ത് പറ്റിയും? എസ്ട്രെയിൻസ് ഒക്കെ ചത്തുപോയി. അതുകൊണ്ട് തന്നെ മൈസിന് ന്യൂമോണിയ ഒന്നും വന്നില്ല. മൈസ് ജീവിച്ചു. ഇനി നെക്സ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാല് ഈ എസ്ട്രെയിനെ ഹീറ്റ് കിൽഡ് ചെയ്തിട്ടുള്ള എസ്ട്രെയിനെയും പ്ലസ് ഈ ഒരു ആർ സ്ട്രെയിനിനെയും ജീവനോടുള്ള ഈ ആർ സ്ട്രെയിനെയും രണ്ടിനെയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മൈസിലേക്ക് ഇൻജക്ട് ചെയ്തു. പക്ഷേ അപ്പൊ എന്ത് പറ്റി? മൈസിന് ന്യൂമോണിയ വന്നു. മൈസ് ചത്തുപോയി. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോ എന്താണ്? ആർ സ്ട്രെയിന് മാത്രമേ ജീവനോടെ ഉള്ളതുള്ളൂ. എസ്ട്രെയിൻ ഒക്കെ ചത്തുപോയതാണ്. ഓക്കെ, പക്ഷെ എസ്ട്രെയിന് മാത്രമേ ഈ ചത്തുപോയ എസ്ട്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? സ്ട്രെയിൻ ആണ് ന്യൂമോണിയ കോസ് ചെയ്യാൻ പറ്റുള്ളൂ. ആർ സ്ട്രെയിന് കോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എടുത്ത് നോക്കിയപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാല് ഏതോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എസ്ട്രെയിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു എസ്ട്രെയിനിലുള്ള ഏതൊക്കെയോ കെമിക്കൽ സബ്സ്റ്റൻസസ് ഈ നമ്മുടെ ജീവനോടെ വിട്ടിട്ടുള്ള ആർ സ്ട്രെയിനെ എന്താക്കി? ആർ സ്ട്രെയിനിൽ കയറിയിട്ട് അതിനെ പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കാനുള്ള എന്താക്കി? അതിനെ ട്രാൻസ്ഫോം ചെയ്തു. ആർ സ്ട്രെയിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടാക്കി
കോട്ടൺ സിന്തസിസ് ചെയ്തു, പിന്നെ വിറുലന്റ് ആക്കി. അങ്ങനെയാവുമ്പോ അതെന്തായി, ഈ ആർസ്ട്രെയിനെ ട്രാൻസ്ഫോം ചെയ്ത് എന്താക്കി, എസ്ട്രെയിൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാവണം, അങ്ങനെ നടക്കണമെങ്കിൽ അവിടെ എന്തോ ഒരു ജനറ്റിക് മെറ്റീരിയൽ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ടുള്ള എസ്ട്രെയിനിൽ നിന്ന് ഈ ആർസ്ട്രെയിനിലേക്ക് എന്തിനെങ്കിലും പോവാനോ, അല്ലെങ്കിൽ ആ ആർസ്ട്രെയിനെ ട്രാൻസ്ഫോം ചെയ്ത് എസ്ട്രെയിൻ ആക്കാനോ പറ്റില്ലല്ലോ. അപ്പൊ എന്തോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പാസ് ചെയ്തിട്ടുണ്ട്. അതെന്തായിരിക്കണം, അത് ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം എന്ന് കണ്ടുപിടിച്ചു. അതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട്, ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ ആയിട്ട് വന്നത്. ഇനി ഇത് കഴിഞ്ഞ് കുറെ കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ ഒരു ഗ്രിഫിത്ത് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രിഫിത്ത് കണ്ടിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഒബ്സർവേഷന്റെ ബയോകെമിക്കൽ എക്സ്പ്ലനേഷൻ, ആ ഒരു ഒബ്സർവേഷൻ, ഗ്രിഫിത്തിന്റെ ഒബ്സർവേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് അല്ലെ. അതിന്റെ ബയോകെമിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? ആവേരി, മക്ലിയോഡ്, മക്കാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര് 1944 അവിടുന്ന് ഒരുപാട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത്, ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ബയോകെമിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ത് ചെയ്തത്, ബാക്കിയുള്ള ആ ഒരു ഇതിന് കിട്ടിയത്. അവരെന്താ ചെയ്തത്, ഈ ഒരു ഗ്രിഫിത്തിന്റെ ഒരു എക്സ്പെരിമെന്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ബയോകെമിക്കൽ നാച്ചർ ഓഫ് സബ്സ്റ്റൻസ് അല്ലേ, ആ ഏതോ ഒരു സബ്സ്റ്റൻസ് അങ്ങോട്ട് പോയിട്ടുണ്ട് കണ്ടില്ലേ, ആ ഒരു സബ്സ്റ്റൻസിനെ എന്താണെന്നൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, അവരെന്ത് ചെയ്തു, നമ്മുടെ എസ്ട്രെയിനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു കൊടുക്കുന്ന നമ്മുടെ എന്തെങ്കിലും ഇതിലേക്ക് മൈസിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നതിൽ എന്ത് ചെയ്തു, അതിനെ ഓരോ പ്രാവശ്യം ഓരോ ആയിട്ടുള്ള എൻസൈംസ് കൊണ്ട് എന്ത് ചെയ്തു, ഓരോന്നിനെയും ഡീഗ്രേഡ് ചെയ്തു. ഏതൊക്കെ പ്രോട്ടീൻസിനെ, RNA, DNA എന്നൊക്കെ, അതിൽ ഏതെങ്കിലും ഒക്കെ ആവാം ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഓരോ പ്രാവശ്യം ഇൻജെക്ട് ചെയ്യുമ്പോഴും ഓരോന്നിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഏത് നശിപ്പിച്ചപ്പോഴാണ് അത് ജീവിച്ചത്, അല്ലെങ്കിൽ ഏത് നശിപ്പിച്ചപ്പോഴാണ് അത് പിന്നെ ആ ഒരു കോളനീസ്, എസ്ട്രെയിന്റെ കോളനീസ് ഉണ്ടാക്കാത്തത് എന്ന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പം ഈ ഒരു ഇതാണ് അവർ ചെയ്തിട്ടുള്ളത്. ആദ്യം എന്തായിരുന്നു, ആർ സെൽസ് ആരാണ്, റഫ് ആയിട്ടുള്ള ആൾക്കാര് അല്ലെ. പ്ലസ് എന്താണ്, ബയോകെമിക്കൽസ് ഏതൊക്കെയാണ്, പ്രോട്ടീൻസ്, RNA, DNA, പ്രോട്ടീൻസ്, RNA, DNA ഈക്വൽഡ് എസ്സെൽസിനെ മൊത്തം, എസ്ട്രെയിനെ മൊത്തം കൊണ്ടിട്ട് കൊടുത്തതല്ല, എസ്ട്രെയിനുള്ള കുറച്ച് സാധനങ്ങളെ, ഏതൊക്കെ സാധനങ്ങളെ, ബയോകെമിക്കൽസ് ആയിട്ടുള്ള സാധനങ്ങളെ, ബയോകെമിക്കൽസ് ആയിട്ടുള്ള എവിടെ ആരെയും എടുത്തത്, പ്രോട്ടീൻസ്, RNA, DNA ഇതുപോലുള്ള സാധനങ്ങളെ ഇതുപോലുള്ളതിനൊക്കെ എടുത്ത് എന്താക്കി, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിനെ മാത്രം എന്തിന്റെ ഈ റഫ് ആയിട്ടുള്ള സ്ട്രെയിനിന്റെ കൂടെ എന്ത് ചെയ്തു, ഒരു വെച്ച് നോക്കി, ലബോറട്ടറിയിൽ നമ്മൾ വളർത്തി നോക്കി. അങ്ങനെ ആ ബന്ധായി അതിൽ വളർത്തിയതില് എന്ത് കണ്ടു, കോളനീസ്, എസിന്റെ കോളനീസ്, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ളതിന്റെ സ്മൂത്ത് സ്ട്രെയിന്റെ കോളനീസ് എന്തിലുണ്ടായി, ഈ ഒരു നമ്മുടെ ഇതിൽ വളർത്തിയതിലുണ്ടായി, ആ ഒരു കോളനീസിൽ ഉണ്ടായി. പക്ഷെ നമ്മൾ ആദ്യം ആരെയും കൊടുത്തിട്ടുള്ളൂ, ആർ സെൽസിനെയും പിന്നെ എസ് സെൽസിൽ നിന്നുള്ള കുറച്ച് ബയോകെമിക്കൽസിനെയും നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്തിനു കിട്ടി, ആ ഒരു ആർ സെൽസിനെ ട്രാൻസ്ഫോം ചെയ്ത് എസിന്റെ കോളനീസിനെ നമുക്ക് കണ്ടു. രണ്ടാമതായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഈ ആർ സെൽസിന്റെ കൂടെ ബയോകെമിക്കൽസും കൊടുത്തു, ഈക്വൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനിന്റെ ഇതിൽ നിന്നുള്ള ബയോകെമിക്കൽസ് കൊടുത്തു, പ്ലസ് പ്രോട്ടീയേസും കൊടുത്തു. പ്രോട്ടീൻസ് കൊടുക്കുമ്പോൾ എന്താണ്, പ്രോട്ടീൻസ് എന്തിനെ ഡിഗ്രേഡ് ചെയ്യും, പ്രോട്ടീൻസിനെ ഡിഗ്രേഡ് ചെയ്ത് കളയും അല്ലെ. അങ്ങനെ ചെയ്ത് കളയുമ്പോൾ പിന്നെ പ്രോട്ടീൻസ് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴും എന്ത് കിട്ടി, എസ് കോളനീസ് ഉണ്ടായി. പ്രോട്ടീൻസിനെ കളഞ്ഞപ്പോഴും
എന്തുണ്ടായി? എസ് കോളനീസ് ഉണ്ടായി. അപ്പൊ എന്താണ്? പ്രോട്ടീൻസ് അല്ല ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലായി. പിന്നെ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? ഈ ബയോകെമിക്കൽസ് കൊടുത്തു, ആർസെൽസിന്റെ കൂടെ ബയോകെമിക്കൽസും കൂടെ പ്രോട്ടീൻസിന് പകരം എന്ത് കൊടുത്തു? RNAs കൊടുത്തു. RNAs കൊടുത്തപ്പോ എന്തായി? RNA-നെ അങ്ങ് കളഞ്ഞു, ഡിഗ്രേഡ് ചെയ്ത് കളഞ്ഞു. പക്ഷെ RNA-നെ കളഞ്ഞപ്പോൾ എന്തായി? എസിന്റെ കോളനീസ് ഉണ്ടായി, എസ് സ്ട്രെയിനിന്റെ കോളനീസ് ഉണ്ടായി. ആ സ്ട്രെയിനിനെ എസ് സ്ട്രെയിൻ ആക്കി അതിന്റെ കോളനീസ് ഉണ്ടായി. അടുത്തത് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ ബയോകെമിക്കൽസിന്റെ കൂടെ DNA-നെ കൊടുത്തു. DNA-നെ കൊടുത്തപ്പോ എന്തായി? DNA-നെ കളഞ്ഞു അല്ലെ? DNA-നെ കളഞ്ഞപ്പോ എന്തുണ്ടായി? അവിടെ റിസൾട്ട് വന്നപ്പോ എസ് കോളനീസ് ഉണ്ടായില്ല, കോളനീസ് അവിടെ ഉണ്ടായില്ല. എസ് സ്ട്രെയിനിന്റെ കോളനീസ് ഉണ്ടായില്ല എന്ന് പറയുന്നത് എന്താണ്? DNA-സ് എന്തിനെ കളഞ്ഞു? DNA-നെ കളഞ്ഞു അല്ലെ? അതിന് ഡീജനറേറ്റ് ചെയ്ത് കളഞ്ഞു. ആ DNA പോയത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഇവിടെ എസിന്റെ കോളനീസ് ഉണ്ടാവാഞ്ഞത്. ഇപ്പൊ മനസ്സിലായി എന്താണ് ഈ കോളനീസിന് ഉണ്ടാവുന്നത്, അല്ലെ എന്താണ് ഈ ആർ സ്ട്രെയിനെ എസ് സ്ട്രെയിൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്? DNA ആണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ ആരാണ്? DNA ആണ്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്താ വെച്ചാല് ഓൺലി DNA-സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ട്രാൻസ്ഫോം ഈ DNA-നെ മാത്രമേ കളയുന്നുള്ളൂ. അങ്ങനെ DNA കളഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്ത് ആ ഒരു കോളനീസ് ഉണ്ടാവാഞ്ഞത്, സ്ട്രെയിന്റെ കോളനീസ് ഉണ്ടാവാഞ്ഞത്. അതുകൊണ്ട് എന്ത് പറയാം? ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? DNA ആണ് ഇവിടെ. ഓക്കെ നമ്മുടെ ടൈം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിന്റെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഈ ചാപ്റ്റർ നാളെ